ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇതുപോലെ ഒരുമിച്ചുകൂടി വലിയ നിർണായകമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ അവസാനം അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുക്കുന്നത് ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ. അംർ ബിൻ ആസിനെ അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു, അംറേ, ഈ കാര്യം താങ്കളാ ചെയ്യേണ്ടത്, ഇത് താങ്കളാ നിർവഹിക്കേണ്ടത്. ഇക്കണ്ട സഹാബാക്കൾക്ക് നടുവിൽ വെച്ച് പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അംർ ബിൻ ആസിന് വല്ലാത്തൊരു സന്തോഷം. അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ തിരിച്ചു നിന്ന് ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് ഈ കൂട്ടത്തിൽ ആരെയാ ഏറ്റവും ഇഷ്ടം? അംർ ബിൻ ആസ് കരുതി റസൂൽ എന്റെ പേരിപ്പ പറയും. പക്ഷേ പ്രവാചകൻ എല്ലാവരും കേൾക്ക പുഞ്ചിരിയോടെ പറഞ്ഞു, അംറേ, ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ ബീവിയെയാണ്. ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അതല്ല ഉദ്ദേശിച്ച്, ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം? പ്രവാചകൻ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, എന്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം. അതേ പ്രവാചകനെയും അതേ ഇസ്ലാം അംഗീകരിക്കുന്ന നമ്മളിൽ പലർക്കും ജ്യേഷ്ഠൻ അനിയനെ കണ്ടൂടാ, അനിയന് മകളെ കണ്ടൂടാ, അല്ലെങ്കിൽ വാപ്പക്ക് മക്കളെ കണ്ടൂടാ, മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ, ഉമ്മാരെ കണ്ടൂടാ. മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, പറഞ്ഞ സലാം മടക്കാത്തവരുണ്ട്, ക്ഷണിച്ചാൽ പോലും ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട്. അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിന്റെ ഒന്നാമത്തെ സെഫ് കൊണ്ടെക്കുമ്പം തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കളെ കൈമലേക്ക് മൈക്ക് കിട്ടുമ്പോൾ ചില മക്കൾ കണ്ണു നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാ, മരിച്ചന്റെ വാപ്പാന്റെ ഉമ്മാന്റെ കബർ വിശാലാകങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന്. അങ്ങനെ ചോദിക്കാൻ ഏത് മതത്തിലാ തെളിവുള്ളു? ഇസ്ലാമിലില്ല. ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പം വാപ്പാന്റെ പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല, അത് ജീവിച്ചിരിക്കുമ്പോ വാങ്ങണം. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന അള്ളാന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. മേലനങ്ങാൻ പറ്റാത്ത റസൂലുള്ള കുഴഞ്ഞു വീണപ്പം സഹാബാക്കൾ തോളിലെടുത്തു കൊണ്ടുവന്നത് അള്ളാന്റെ ഹബീബിനെ. മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത് ആ പള്ളിയോട് യാത്ര പറയുന്ന റസൂലുള്ള അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അതെന്റെ പുറം നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ നിങ്ങൾ എന്റെ മുതുകു നോക്കി തല്ലിക്കോ എന്ന് പ്രവാചകൻ കണ്ണുനീരോടെ പറയാനുള്ള കാരണം, ലാ യദ്ഖുലുൽ ജന്ന മൻ ഖാത്തിഉർ റഹിമ, കുടുംബബന്ധം മുറിച്ചോൻ അള്ളാന്റെ സ്വർഗത്ത് കയറൂല എന്നുള്ളതുകൊണ്ടാണ്. നെറ്റിത്തറത്തിലെ നിസ്കാരത്തയമ്പും ഉടുക്കുന്ന പർദ്ദയും ഓതി തീർത്ത ഖുർആനും ചെയ്ത ഹജ്ജും അള്ളാന്റെ കണ്ണിൽ വിലണ്ടാകണമെങ്കിൽ അവൻ കുടുംബത്തെ പടച്ച റബ്ബിന് വേണ്ടി സ്നേഹിക്കുന്നവനാവണം, ആത്മാർത്ഥമായി ആ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവനാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള നിക്കാഹ് ഖുതുബകളിലൊക്കെ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു വചനമുണ്ട്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ വലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. നിങ്ങൾ പെണ്ണാലോചിക്കുമ്പോൾ നിങ്ങൾ പണത്തിനോ സൗന്ദര്യത്തിനോ തറവാട് മഹിമക്കോ പ്രാധാന്യം കൊടുക്കരുത്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാവൂ എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? പണമുണ്ടായിട്ട് ദീനില്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവൂല, സൗന്ദര്യം ഉണ്ടായിട്ടും കുടുംബത്തിൽ ദീനില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല. എന്നാൽ ദീനുണ്ടെങ്കിൽ സൗന്ദര്യമില്ലെങ്കിലും പണമില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പരസ്പരം മനസ്സിലാക്കും, അള്ളാഹ്ക്ക് വേണ്ടിയാ ഞാനിത് സഹിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമ ബീവിക്ക് കല്യാണമാലോചന തുടങ്ങി. പല പ്രദേശത്തു നിന്നും കോടിക്കണക്കിന് മഹർ കൊടുക്കാൻ പലരും കയറി വന്നു. കയറി വന്നവർക്കൊന്നും അള്ളാന്റെ റസൂല് വാക്കു കൊടുക്കുന്നില്ല. കാരണം റസൂലുള്ളാഹ്ക്കൊരു മോഹമുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബിനെ കൊണ്ട് മകൾ ഫാത്തിമാനെ കെട്ടിക്കണം. കാരണം റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുന്ന കാലഘട്ടമാ അലി ഇബ്നു അബീ ത്വാലിബിനെ. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് പ്രവാചകന്റെ വീട്ടിൽ പൊന്നുപോലെ നോക്കുന്ന സമയ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ്ക്ക് അലിയെ അറിയാം. അതുകൊണ്ട് റസൂലിനൊരു മോഹമുണ്ട്, ഫാത്തിമാനെ അലിക്ക് കെട്ടിച്ചു കൊടുക്കണം എന്ന്. പക്ഷെ റസൂലിന് അത് പറയാനൊരു പേടി. ഞാനത് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കോ, നോക്കിയതിന്റെ കൂലി ചോദിക്കുക റസൂല് എന്ന്. അതുകൊണ്ട് റസൂല് നെഞ്ചുകൊണ്ട് നടക്കുക. പക്ഷേ ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുമ്പം അലി ഇബ്നു അബീ ത്വാലിബിന് മോഹമുണ്ട്, ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന്. ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരുന്ന് കരയുന്ന അലി ഇബ്നു അബീ ത്വാലിബിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അലി? അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമക്ക് ആലോചനകൾ വരുന്നുണ്ട്.
അതിന് നിനക്കെന്താ അലി? എനിക്ക് ഫാത്തിമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അലി, താങ്കൾ എന്തുകൊണ്ടാ റസൂലുള്ളാന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രവാചകന്റെ പവറാണോ? ഫാത്തിമ ബീവിയുടെ സൗന്ദര്യമാണോ? ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് തിരിച്ചു പറഞ്ഞു, അല്ല അലി, ഫാത്തിമയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അള്ളാന്റെ സ്വർഗം വേഗം കിട്ടും. എനിക്ക് എന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലും ജീവിക്കാൻ പറ്റും. അത് മാത്രമാണ് അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, അതാണ് അലി താങ്കളെ ഉദ്ദേശമെങ്കിൽ താങ്കൾ നേരിട്ട് റസൂലിനോട് ചോദിച്ചോ. പിറ്റേന്ന് സുബഹി നിസ്കരിച്ച് പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുമ്പം അലി ഇബ്നു അബീ ത്വാലിബ് മുമ്പോട്ട് കയറി ചെന്നു. ചോദിച്ചു, എന്താ അലി? ഒന്നുമില്ല നബിയെ. എന്തോ ഉണ്ട് അലി, പറ, എന്താ താങ്കൾക്ക് വേണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് ശബ്ദം കുറച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഞാൻ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ താങ്കൾ പൊറുക്കണം. അല്ല, എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ താങ്കൾ എന്റെ വാക്ക് കേൾക്കണം. നീ എന്താ കാര്യം എന്ന് പറ അലി. അങ്ങയുടെ ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ട സെക്കൻഡിൽ റസൂലുള്ള കുറച്ചു നേരം നിശബ്ദനായി. പിന്നീട് റസൂൽ പറയുന്നുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ആവശ്യം കേട്ടപ്പം എനിക്ക് പടച്ചോൻ ഓർമ്മ വന്നു. എന്റെ മനസ്സ് കണ്ടിട്ടാ റസൂല് പറയാ, എന്റെ മനസ്സ് കണ്ടിട്ടാ അലിയെ കൊണ്ട് അള്ളാഹ് അത് ചോദിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നിയ ആ സെക്കൻഡിൽ റസൂൽ നിശബ്ദനായപ്പം അലി ഇബ്നു അബീ ത്വാലിബ് അടക്കം സഹാബാക്കൾ കരുതി റസൂലുള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് കണ്ണീരോടെ മടങ്ങുമ്പം ഓടി വന്ന് അലി ഇബ്നു അബീ ത്വാലിബിനെ ബേക്കിന്ന് കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, അലി, നിന്റെ ഫാത്തിമാക്ക് പടച്ചോൻ തന്നതാ നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അള്ളാഹ് തന്നൊരവസരാണ് അലി. അവസാനം പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൈപിടിച്ച് ഫാത്തിമാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ കരളാണ് ഫാത്തിമ, എനിക്കൊരു സ്വപ്നമേയുള്ളൂ അലി, ആ മകളോടൊപ്പം താങ്കളോടൊപ്പം അള്ളാന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ ആളുകളുടെ ജീവിതം എത്ര രസാന്നറിയോ? ഇപ്പോഴും പല മാപ്പിളപ്പാട്ടുകളിലും നമ്മൾ കേൾക്കാറില്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ എന്നൊക്കെ. എന്തുകൊണ്ടാ ഫാത്തിമ ബീവിയെ കവികൾ വർണ്ണിച്ച് മതിയാവാത്തത് എന്നറിയോ? അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം. 5 പൈസക്ക് ഗതിയില്ലെങ്കിലും ദുനിയാവിലും മരിക്കുന്നവരെ സ്നേഹിച്ചും പ്രണയിച്ചും ജീവിച്ചവരാ റസൂലുള്ളാഹിന്റെ കുടുംബം. അതുകൊണ്ടാ ഒരിക്കൽ 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി, 2 മക്കളെ വയറിലിട്ട ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, അലി, എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് തിന്നാൻ പൂതിയുണ്ട്. ഇത് കേട്ട അലി ഇബ്നു അബീ ത്വാലിബ് മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചു. ആരും കാരക്ക കൊടുക്കുന്നില്ല. അവസാനം റസൂല് കൊടുത്ത പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പണയം വെച്ച് കൈ നിറയെ മധുരമുള്ള ഈത്തപ്പഴവുമായി അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലേക്ക് ഓടുക ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. മദീനത്തെ പള്ളിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന കുറെ പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ പറഞ്ഞു, അലി, ഒരു കാരക്ക ഞങ്ങൾക്ക് താ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൈ നീട്ടി മുഴുവൻ കാരക്കയും സഹാബാക്കൾ വാരിത്തുന്നു. അവസാനം വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്ന അലി ഇബ്നു അബീ ത്വാലിബിനോട് ഒരക്ഷരം തർക്കുത്തരം പറയാതെ ആ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഗോതമ്പെടുത്ത് ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു. ആ ഗോതമ്പ് പുഴുങ്ങിയതെടുത്ത് വായിൽ വെക്കുന്ന അലി റളിയല്ലാഹു അൻഹു അറിയാതെ അങ്ങ് കരഞ്ഞുപോകും. ഫാത്തിമ ബീവി തോളത്ത് തട്ടിയിട്ട് ചോദിക്കും, എന്തിനാ അലി നിങ്ങൾ കരയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് തിരിച്ചു പറഞ്ഞു, ഫാത്തിമ, നീ എന്താ എന്നോട് ആ മധുരമുള്ള കാരക്കയെ പറ്റി ചോദിക്കാത്ത? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക ഓരോ ഭാര്യന്റെ അടുത്തുനിന്നും ഭർത്താക്കന്മാര് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാത്തിമ ബീവി പറഞ്ഞു, അലി, എനിക്കുറപ്പാ, ഒന്നുകിൽ താങ്കൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും. സന്തോഷത്തോടെ ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് അന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഫാത്തിമ, നിന്റെ നാവാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അതേ അള്ളയും പറഞ്ഞിട്ടുള്ളൂ, ഉമ്മാരെ, നാവ് കൊണ്ട് നരകത്ത് പോകുന്നവരിൽ കൂടുതലും ഭാര്യമാരായിരിക്കും. ഭർത്താവിനോട് തർക്കുത്തരം പറയും, കുത്തുവാക്ക് പറയും, വേദനിപ്പിക്കും. ഒരായുസ് മുഴുവൻ നല്ല നിലക്ക് കുടുംബം. ഒരു നേരം വെളുക്കുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അലി റളിയല്ലാഹു അൻഹു കാണുന്നത് ഫാത്തിമ ബീവി പല്ലേക്കുന്നത് ആ കൊള്ളിക്കഷണം കൊണ്ട്. ഉടനെ ഫാത്തിമ ബീവിന്റെ മുഖത്ത് നോക്കി അലി കപട ഗൗരവം വരുത്തിയിട്ട് ചോദിച്ചു, ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ടിൽ ആ കൊള്ളിക്കഷണം വന്നല്ലേ? അതെന്റെ ചുണ്ടാണ് ഫാത്തിമ. ഫാത്തിമ ബീവി ആ പല്ല് തേപ്പ് അവസാനിപ്പിച്ച് വാ കഴുകി ഓടിച്ചെന്ന് അലിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അലി, ആ ചുണ്ട് താങ്കളെ കാത്തിരിക്കുകയാ. എന്ത് രസാ മനുഷ്യരെ അവരെ ജീവിതം. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തല മുകളിൽ തട്ടുന്ന കൂരേ അവർക്കുള്ളൂ. വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. സഞ്ചരിക്കാൻ പളവളാമിന്നുന്ന വാഹനമോ ശീതീകരിക്കപ്പെട്ട റൂമുകളോ അവർക്കില്ല. എന്നിട്ടും അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു.
അതേ പ്രവാചകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി. ഇന്ന് പല രക്ഷിതാക്കൾക്കും പേടിയ. മക്കൾ നോക്കുവോ, വാർദ്ധക്യത്തിലെത്തിയാൽ ഏതെങ്കിലും വടവരാന്റെ കുണ്ട ചാക്കുവോ, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട് ചിട്ടേച്ചു പോരുവോ? മക്കളും മര്യക്കളെ കൈമന്ന് ഒരിറക്ക് വെള്ളം കിട്ടുന്നില്ല. സ്വന്തം വീട്ടിൽ ഒരു പട്ടിന്റെ വില പോലും ഞങ്ങൾക്കില്ലാന്ന് സങ്കടപ്പെടുന്ന രക്ഷിതാക്കളെ, മക്കളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? മക്കൾക്കും മര്യക്കൾക്കും ദീനുണ്ടാവണം. അള്ളാന്റെ റസൂൽ അത് നോക്കി കെട്ടിയതിന്റെ ഗുണം റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു ഉണക്ക റൊട്ടിയുമായിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നു. അലി റളിയല്ലാഹു അൻഹു അത് 4 മുറിച്ചു. ഒരു കഷണം ഫാത്തിമ ബീവിക്ക് കൊടുത്തു, ഒന്ന് ഹസന് കൊടുത്തു, ഹുസൈൻ, മൂന്നാമത്തത് അലി ഇബ്നു അബീ ത്വാലിബും കഴിച്ചു. 3 ആണുങ്ങളും തിന്നു തുടങ്ങിയപ്പം തന്റെ കൈമ കിട്ടിയ റൊട്ടി കഷണത്തിലേക്ക് നോക്കി ഫാത്തിമ ബീവി കണ്ണീരടയ്ക്കാൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയുന്നത്? നിന്നെ നല്ല നിലക്ക് പരിപാലിക്കാൻ പറ്റാത്ത ഒരു മൊണ്ണനായ ഭർത്താവാന്ന് തോന്നുന്നുണ്ടോ ഫാത്തിമ നിനക്ക്? എന്റെ കയ്യിലില്ലാഞ്ഞിട്ടാ ഫാത്തിമ നിനക്ക് വയറ് നിറച്ചു തരാൻ. പക്ഷെ ഫാത്തിമ ബീവി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അലി, എനിക്ക് ഈ റൊട്ടി കിട്ടിയപ്പോ ഓർമ്മ വന്നതിന്റെ വാപ്പനെയാ, എന്റെ റസൂലിനെ. പിന്നീട് ആ റൊട്ടിയുമായി ഫാത്തിമ ബീവി വീട്ടിലേക്ക് ഓടുക. ഓടിച്ചെന്ന് റസൂലുള്ളാന്റെ കൈമലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, പാപ്പാ, ആ റൊട്ടി കഷണം കിട്ടിയപ്പോ എനിക്ക് ഇങ്ങളെയാ ഓർമ്മ വന്ന്. അള്ളാന്റെ റസൂൽ ആ റൊട്ടി കഷണം കൈമ പിടിച്ച് ഫാത്തിമ ബീവിനോട് പറയുന്നൊരു വാക്കുണ്ട്, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ഭക്ഷണമാണിത്. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണിത്. ഞാനും ആയിഷയും കഴിഞ്ഞ 3 ദിവസമായി പട്ടിണിയും പച്ചവെള്ളവുമാ ഫാത്തിമ. എന്നിട്ട് ആ കിട്ടിയ കഷണത്തിൽ നിന്ന് ഒരു കഷണം മുറിച്ച് ഫാത്തിമ ബീവിന്റെ വായിലും, ഒരു കഷണം ആയിഷ ബീവിന്റെ വായിലും, ഒരു കഷണം റസൂലും വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ പടച്ചോന്റെ കോടതിയിൽ അള്ള തന്ന ഓരോന്നിനെ പറ്റിയും ചോദ്യം ചെയ്യാതെ അള്ള നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. അത്രക്ക് മനോഹരായിരുന്നു അവരെ ജീവിതം, അത്രക്ക് ആനന്ദമായിരുന്നു അവരെ ജീവിതം. അവസാനം ഫാത്തിമ ബീവി മരിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് സ്വന്തം കൈകൊണ്ട് ഫാത്തിമ ബീവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഫാത്തിമാനെ വെള്ളപ്പുടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. കബറിന്ന് മുകളിലേക്ക് കയറാത്ത അലിയോട് സഹാബാക്കൾ പറഞ്ഞു, കയറലി, മതി, അത്രയൊക്കെ സങ്കടം മതി അലി. അലി ഇബ്നു അബീ ത്വാലിബ് കബറിന്റെ മുകളിലേക്ക് കയറി 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, അലി, എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത്? കണ്ണീരോടെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീയില്ലാത്ത ഈ ലോകം വല്ലാത്ത വേദനയാണ് ഫാത്തിമ. നീയില്ലാതെ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫാത്തിമ. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഫാത്തിമ, നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന്. അതാ മനുഷ്യരെ ജീവിതം. അത്ര രസാ ഇസ്ലാമിലെ കുടുംബം. ഇതൊന്നും ആർക്കും വേണ്ട, ആളുകൾക്ക് പൈസ മതി. അതുകൊണ്ട് മറന്നോടുക പണത്തിന്റെ പിന്നാലെ, ആർത്തി പിടിച്ച് സമ്പാദിക്കുക. സൽപ്പേരും കുളൂസും ദുനിയാവിലെ ജീവിതത്തിന്റെ ഈഗോയും പൊങ്ങച്ചവും കാണിച്ച് ജീവിക്കുമ്പം ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ, ഒരു 10 ദിവസമെങ്കിലും ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ? മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് ഉമ്മ കൊടുക്കാൻ വാപ്പാനോട് മക്കൾ പറഞ്ഞപ്പം ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ്, മരിച്ച മയ്യത്തിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് അകത്തേക്ക് കയറുന്ന വാപ്പ മക്കളോട് പറഞ്ഞോലെ, മക്കളെ, ഉമ്മാന്റെ കയ്യിന്റെ അടിയിൽ നിറയെ കറിക്കത്തിന്റെ അടയാളുണ്ട്. മക്കൾ പറഞ്ഞു, വാപ്പയെ കഴിഞ്ഞ 10 കൊല്ലായിട്ട് ഉമ്മാന്റെ കൈമൽ അതുണ്ട്. വാപ്പ കാണാഞ്ഞിട്ടാ, വാപ്പയൊന്ന് കൈ പിടിച്ചോ കാഞ്ഞിട്ടാ, വാപ്പയൊന്നും ഉമ്മാക്കൊരു നല്ല സന്തോഷത്തോടെ സമീപിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പടച്ച റബ്ബ് നൽകുന്നത് കുറച്ച് കാലാണെങ്കിലും അത് പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണം.